എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നാരദ മഹർഷിയുടെ ഒരു കഥയാണ് പറയണത്. അപ്പോൾ നാരദ മഹർഷിയെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഭഗവാന്റെ നാമം ചെല്ലാൻ വേണ്ടിയും ഭഗവാനെ സ്തുതിച്ച് പാടാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് നാരദ മഹർഷി. എല്ലാ ലോകത്തിലും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടി അങ്ങനെ നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിനോദം. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ വലിയൊരു ഭക്തനായതുകൊണ്ട് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ള, ഭഗവാന്റെ ഭക്തൻ എന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ നാരദ മഹർഷി ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് വരികയാണ്. ഭഗവാൻ വിഷ്ണു അവിടെ ഉണ്ട്. വിഷ്ണു ഭഗവാനെ കാണാൻ വൈകുണ്ഠത്തിലെത്തുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വന്ന് ഭഗവാനോട് തൻ്റെ വിഷ്ണു ഭക്തിയെക്കുറിച്ചിട്ടും താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും പറയുന്നില്ലെങ്കിലും ഭഗവാൻ അവിടെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ഒരുപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ കുറച്ചൊരു അഹങ്കാരം വരുന്നുണ്ട്. അദ്ദേഹത്തിനെക്കാട്ടിലും വലിയൊരു ഭക്തൻ വേറെ ഇല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഭഗവാൻ അവിടെ മനസ്സിലാവാണ്. അപ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോട് പറയും, ഒരു കാര്യം ചെയ്യൂ, താങ്കൾ ശ്രീപുരം എന്നുള്ളൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ട്. അപ്പോൾ ആ കർഷകൻ്റെ അടുത്ത് പോയി അവിടെ പോയിട്ട് താങ്കൾ അദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷീനെ ആ ഗ്രാമത്തിലേക്ക് വിടുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഏത് ആഗ്രഹങ്ങളും ഏത് ആജ്ഞകളും അതേപോലെ പാലിക്കുന്ന ആളാണ് നാരദ മഹർഷി. അപ്പോൾ അദ്ദേഹം ഭഗവാൻ പറഞ്ഞ ഉടൻ തന്നെ ആ ശ്രീപുരം എന്നുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് അവിടെ ഒരു കർഷകന് കണ്ടുപിടിക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ അടയാളങ്ങളൊക്കെ നോക്കി ഭഗവാൻ പറഞ്ഞു കൊടുത്ത ആ അടയാളങ്ങളൊക്കെ നോക്കി നാരദ മഹർഷി ആ കർഷകനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ കർഷകനോട് പറയും, എനിക്കൊരു ദിവസം അങ്ങയുടെ കൂടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ കർഷകൻ അതിനെന്താ താമസിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ നാരദ മഹർഷി അവിടെ ഒരു ദിവസം താമസിക്കും. അപ്പോൾ താമസിക്കുന്ന സമയത്ത് കർഷകൻ അദ്ദേഹത്തിൻ്റെ വീടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലിക്കായി പോവും. വൈകുന്നേരം വരും, അദ്ദേഹത്തിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അങ്ങനെ കിടന്നുറങ്ങുന്നതാണ് നാരദ മഹർഷി കാണുന്നത്. അപ്പോൾ പകൽ സമയത്ത് അദ്ദേഹം നോക്കുന്ന സമയത്ത് ഈ കർഷകൻ നാരായണ എന്നുള്ള മന്ത്രം ഒരു പ്രാവശ്യം പോലും അദ്ദേഹം ചെല്ലുന്നില്ല. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ 3 പ്രാവശ്യം അദ്ദേഹം നാരായണ 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 എന്ന് ചൊല്ലുന്നത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ആ നാമം ചെല്ലുന്നത് നാരദ മഹർഷി കാണും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ കർഷകനെ നിരീക്ഷിച്ചതിന് ശേഷം നാരദ മഹർഷി തിരിച്ച് ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠത്തിലെത്തുകയാണ്. അപ്പോൾ ഭഗവാനോട് പറയാണ്, ഭഗവാനെ, അവിടെ ഞാൻ ചെന്നു, ഒരു ദിവസം മുഴുവൻ ഞാൻ കർഷകനെ നിരീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പകൽ സമയത്തൊന്നും ഒരു പ്രാവശ്യം പോലും ഭഗവാന്റെ നാമം ചെല്ലണില്ല. രാത്രി കിടക്കണതിൻ്റെ മുന്നേ മാത്രം ഒരു 3 പ്രാവശ്യം അദ്ദേഹം ഭഗവാന്റെ പേര് വിളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനാണെങ്കിൽ സദാ ഭഗവാന്റെ നാമം ചെല്ലുന്നുണ്ട്, അദ്ദേഹം ഒരു പ്രാവശ്യം മാത്രം അങ്ങനെ 3 പ്രാവശ്യം ഭഗവാന്റെ നാമം ചൊല്ലി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ആളെങ്ങനെയാണ് ഇത്രയും വലിയ വിഷ്ണു ഭക്തനാവുക എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നാരദ മഹർഷിയുടെ വാക്കുകളിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനല്ലേ വലിയ ഭക്തൻ, അയാൾ അത്ര ചെയ്യണില്ലല്ലോ, അപ്പോൾ അയാൾ എങ്ങനെ അങ്ങനെ ആവുക എന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു അത് ഭഗവാൻ അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോട് പറയും, ഒന്നും പറയില്ല, പറയണതിൻ്റെ മുന്നൊന്ന് ചിരിക്കും. കാരണം നാരദ മഹർഷിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഭഗവാന് മനസ്സിലാവും. ഭഗവാൻ അത്രയും ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനമുള്ള ആളാണ്. നമ്മളൊന്നും പറയണ്ട, ഒരാളും ഒന്നും പറയണ്ട, എവിടെ ഇരിക്കുന്ന ആളാണെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഭഗവാന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭഗവാൻ അവിടുന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷിയോട് പറയാണ്, ഞാനൊരു ജോലി തരാം, അപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി അതിനെന്താണ്, ഭഗവാൻ എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യും, കാരണം ഭഗവാന്റെ ഭക്തനാണല്ലോ, അത്രയും വലിയ ഭക്തനാണ്, ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. അപ്പോൾ ഏത് ജോലി തന്നാലും ഞാൻ സന്തോഷത്തോടെ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഒരു എണ്ണ നിറച്ചിട്ടുള്ള ഒരു പാത്രം കൊടുക്കുകയാണ്.
അപ്പോൾ ആ പാത്രം എടുത്തിട്ട് വൈകുണ്ഠത്തിനെ ഒരു തവണ പ്രദക്ഷിണം വെച്ച് വരാൻ വേണ്ടി പറയാണ്. അപ്പോൾ നാരദ മഹർഷി ഞാനത് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ആ പ്രദക്ഷിണം ചെയ്യണ സമയത്ത് ആ എണ്ണയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും താഴെ തുളുമ്പി പോവരുത്, അതാണ് ജോലി എന്ന് പറയാണ്. അപ്പം നാരദ മഹർഷി സന്തോഷത്തോടെ തന്നെ ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവും. ഭഗവാന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ തയ്യാറാവും. അദ്ദേഹം ആ എണ്ണപാത്രം തലയിൽ വെച്ചിട്ട് വൈകുണ്ഠം പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം അത്രയും നല്ല ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി എണ്ണ പോലും താഴെ പോവരുത് എന്നുള്ളത്. അപ്പം അങ്ങനെ അതിസൂക്ഷ്മമായി അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു തവണ വൈകുണ്ഠത്തിനെ വലം വെച്ച് വരികയാണ്. അപ്പോൾ ഭഗവാനോട് പറയാണ്, ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ എണ്ണ തുളുമ്പി പോവരുത് എന്നുള്ള ആ ഒരു ജോലി ഞാൻ തന്ന സമയത്ത് താങ്കൾ അത് ഭംഗിയായി തന്നെ നിർവഹിച്ചു. പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കൾ നാരദ മഹർഷി എത്ര തവണ എന്നെ സ്മരിച്ചു, എത്ര തവണ എൻ്റെ നാമം ചൊല്ലി എന്ന് ചോദിക്കുന്ന സമയത്ത് നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ കർഷകൻ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം കിടക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും എന്നെ സ്മരിച്ചുറങ്ങുന്ന അപ്പോൾ ആ കർഷകൻ ഏറ്റവും വലിയ ഭക്തൻ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കിതിന്ന് കിട്ടുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭഗവാനോടുള്ളൊരു ഭക്തി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ആൾക്കാരും അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ഭക്തന്മാരാണ് അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത് ഭഗവാന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഉള്ളിലെ അഹങ്കാരം എന്നുള്ളതാണ് സർവനാശം വരുത്തി വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഒട്ടും അത് വളരാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും അതീന്ദ്രിയ ജ്ഞാനമുള്ള ആളാണ്, അത്രയും പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കണ്ണിലുള്ള ആ കാഴ്ച, അതായത് ഭഗവാൻ കാണുന്ന രീതിയിൽ എങ്ങനെയാണോ ഓരോ ആൾക്കാരെയും ഭഗവാൻ കാണുന്നത്, അപ്പോൾ അത്രയും നമുക്ക് പറ്റില്ലെങ്കിലും ഏകദേശം അതുപോലെയെങ്കിലും തൻ്റെ ഭക്തന്മാർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനാണെങ്കിലോ അത്രയും അദ്ദേഹത്തെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള അസുരന്മാർക്ക് വേണ്ടി പോലും മോക്ഷം കൊടുത്തിട്ടുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ആരോടും ശത്രുത വയ്ക്കാത്ത, എപ്പോഴും ചിരിച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും മോക്ഷം കൊടുക്കാൻ അത്രയും തന്നെ മനസ്സുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തന്മാരിലും ആ ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളാണ് ഭക്തൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റിലുമുള്ള ഒരാൾക്കാരെയും നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. കാരണം എല്ലാ ആൾക്കാരും ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് ഭഗവാന്റെ ഇച്ഛയോട് കൂടിയിട്ടാണ്. ഭഗവാൻ കൊടുത്ത അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലം അവർ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരാളും മോശക്കാരാവുന്നില്ല, ഒരാൾ നല്ല ആൾക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഭഗവാൻ ഓരോ ആൾക്കാരെ എങ്ങനെയാണ് കാണുക, അപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ അയാളൊരു മോശക്കാരനാണ്, ഇയാൾ ഇങ്ങനെ നല്ലത് ചെയ്യുന്നു അങ്ങനെയൊന്നും അർത്ഥമില്ല. ആരാണോ നമ്മുടെ പ്രവൃത്തികൾ, എപ്പോഴും പറയുന്നില്ല, നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലിയ കാര്യം. ഭഗവാൻ അതാണ് നോക്കുക. ആത്മാർത്ഥത, അതായത് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഉള്ള സ്നേഹം, ഭഗവാനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രേമം, ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി, അതൊക്കെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതലായിട്ട് നോക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് അഹങ്കാരം എന്നുള്ളൊരു വികാരം ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഭഗവാൻ ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു കഥയിലൂടെ ഈ ഒരു മെസ്സേജ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും ആ ഭഗവാനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും ഭഗവാനെ സ്മരിക്കാനും അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഓം ശ്രീ രാധേ കൃഷ്ണ.